നമ്മള് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കൂടിയിരിക്കുന്നത് ഒരു വലിയൊരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങള് വ്ളോഗ് തുടങ്ങിയിട്ട് ഒരു ടൈം പാസ് തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് ഒരു എന്റർടൈൻമെന്റും കൂടെ വേണ്ടേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് ഇപ്പോ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ആഘോഷമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂട്യൂബ് ഒരു പ്ലേ ബട്ടൺ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇതുവരെ ഞങ്ങളും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? കണ്ടിട്ടുണ്ടോ? റിയൽ ആയിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും കണ്ടിട്ടില്ല. Thank you. വെരി വെരി. ഈ പ്ലേ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് ആകാംക്ഷയോടുകൂടി. അമേരിക്കന്നാണ് വന്നത്. മുറിക്കാനും കട്ടിയാണ്, കുത്താനും കട്ടിയാണ്. Okay, opening. Let me recognizing that one. Oh, okay. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. പലകം നോക്കട്ടെ. സൂപ്പർ. ഒരു ഫോട്ടോ എടുക്കാൻ You can take one more. Oh, thank you. Remember your first subscriber. Don't know whether it's you or me. Yeah. Your 100th subscriber. No. Or your 1000th subscriber. No. Chances are you do. And we know that you will definitely remember your 1 million subscriber. Your fans may have found you while searching YouTube, learned about you through a friend, or maybe you showed up as a recommended video. No matter how they came to your channel, your audience stayed and their numbers increased because of you and your community you have built. We are proud to honor your impressive milestone of reaching 1 million subscribers with the Silver Creator Award. Congratulations. We know that you may have more stories to share with your community, and we know your fans can't wait for you to amaze them even more with your commitment and creativity. So keep creating, keep building. We can't wait to see what you will do next, and we will be here to support you along the way. And who knows, when you reach your million subscriber, we may just write to you and ask, do you remember the 1 million subscriber? Yours sincerely, YouTube CEO. Thank you. കേക്ക് ലാസ്റ്റ് ഇനിയൊന്നും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഡബ്ബയിൽ നിന്ന് ഞങ്ങളുടെ യാത്രയെ ഇപ്പോൾ നിസ്മോത്തെത്തിയിരിക്കുന്നു. നിസ്മോത്തെത്തിയ സമയത്ത് നമുക്കൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വരാൻ ഈ ഒരു സിൽവർ ബട്ടൺ നമുക്ക് ഗോൾഡാക്കാൻ വിചാരിക്കുന്നു. യാത്രകൾ തുടരുന്നതായിരിക്കും. അടുത്തതായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു മൈക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പഠിപ്പിച്ച ഫസ്റ്റ് വീഡിയോകളിലൊന്നും എനിക്കത് കറക്റ്റായിട്ട് എന്താ പറയുന്നത് അറിയില്ലായിരുന്നു. പിന്നെ പിന്നെ ട്രെയിനിങ് വന്നിട്ട് ഇപ്പം മൈക്കിൻ്റെ ഉണ്ടായി. ഈ നാളാഴ്ച പിന്നെ എൻ്റെ പ്രിയ സഹധർമ്മിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. അപ്പൊ ഞങ്ങള് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ നല്ല രസമായിരുന്നു. ഞാൻ മാത്രം നിന്ന് വർത്താനം പറയുമോ ഈ മനുഷ്യൻ ഇങ്ങനെ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. ഇപ്പൊ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മള് എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അതൊക്കെ ശരിക്കും എൻജോയ്മെന്റ് ആണ്, ടൈം പാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. അപ്പം ഞങ്ങള് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തവര് ഉള്ളവര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള അച്ചീവ്മെന്റ്സ് കിട്ടുള്ളൂ. നമ്മള് അതിന്റെ പറഞ്ഞ് പോകണം. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ ഒന്ന് പുറത്ത് വരാനൊക്കെ ഒത്തിരി എഫേർട്ട് എടുക്കണം. അത് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടയച്ചിട്ട് പാടാണ്. അപ്പം അത് നിങ്ങൾ ചെയ്യാം. അതുപോലെ എല്ലാവരോടും നന്ദി പറയുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ കണ്ണൂർ ഭാഷ ആൻഡ് കോട്ടയം ഭാഷ എന്നായി. അപ്പൊ ഞാൻ കണ്ണൂരാണ്, നമ്മൾ രണ്ടുപേരും കണ്ണൂരാണ്. പക്ഷെ ഞാൻ കൂടുതൽ നേഴ്സിംഗിന്റെ ഭാഗമായിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കോട്ടയം ഭാഗത്തുള്ളവരായിരുന്നു. എനിക്ക് കോട്ടയം ഭാഷയാണ് വരുന്നത്. കണ്ണൂർ ഭാഷ നാട്ടിൽ പോകുമ്പോൾ വരും, ഇവിടെ വരുന്നില്ല. അപ്പം ഇവര് പിന്നെ കണ്ണൂർ ഭാഷ പറഞ്ഞിട്ട് കണ്ണൂരിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് കണ്ണൂർ ഭാഷ പറഞ്ഞ് നമ്മളെ നാണം കെടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ അന്നേരം അവരോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല് ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങളെ യൂട്യൂബിലും കാണുന്നത്. അല്ലാണ്ട് പിന്നെ വ്യൂവേഴ്സിനെ കൂട്ടാനോ ഒന്നും ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഞങ്ങളുടെ ഒത്തന്റിക് ആയിട്ടുള്ള ഇതാണ്, എഫേർട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ണൂർ ഭാഷ മാറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാരും പറഞ്ഞു നിങ്ങളെ കണ്ണൂർ ഭാഷ കേൾക്കാൻ നല്ല രസമുണ്ട്, മനസ്സിലാവില്ല എന്നാലും കുഴപ്പമില്ല അല്ലേ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൂടുതൽ നീട്ടുന്നില്ല. അപ്പൊ ഇത് പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം വിളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത ഞങ്ങളുടെ പരിപാടികളിൽ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നാട്ടിൽ വന്നാലേ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് നമുക്ക് 2 കോടി സബ്സ്ക്രൈബേഴ്സ് മീറ്റ് തന്നെ നടത്തുന്നതായിരിക്കും. അപ്പം വന്നതിനും സഹകരിച്ചതിനും എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങളത് അനൗൺസ് ചെയ്തില്ല. ഇവിടെ ഒരു ബർത്ത്ഡേന്റെ സെലിബ്രേഷൻ കൂടിയാണിത്. ബർത്ത്ഡേയുടെ സമയത്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പിന്നെ എൻ്റെ വകയിൽ പ്രസന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെന്തായിരിക്കും? ഇതെന്തായിരിക്കും? കുപ്പി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കണം. ഇപ്പോഴാണ് പൂർത്തിയായത്. അപ്പം ഇനി ഇങ്ങനെ എന്തെങ്കിലും നമ്മളടുത്ത് പ്രോത്സാഹനം മറന്നുകൊണ്ടോ ഇത് പറഞ്ഞോണ്ടേണ്ട. പിന്നെ നമുക്ക് കേക്ക് കട്ടിങ് കിടക്കാം. ഇവിടെ വന്നിട്ടാണ് ചേച്ചിയുടെയും ചേട്ടനെയും യൂട്യൂബ് ചാനൽ ഞാൻ കാണുന്നത്. ഇവിടെ വന്നിട്ടാണ് കാണുന്നത്.
വളരെ നല്ലതായിട്ട് ഒത്തിരി ജെന്യൂൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. നല്ല സാധാരണക്കാരുടെ പോലെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ എനിക്ക് തോന്നി. പിന്നെ ചേട്ടൻ്റെ ഏറ്റവും സപ്പോർട്ട് ചേച്ചിയാണ്. ഇത് സക്സസ് എല്ലാം ചേച്ചിയുടെ കൂടെയാണ്. നല്ലതാണ്. സക്സസിൻ്റെ ഏറ്റവും ബാക്കിൽ ചേച്ചിയുടെ നല്ല പവർഫുൾ ആയിട്ടൊരു ഹാൻഡ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ഫാമിലി എപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ. I don't know what I need to say, but I met Usha a few months ago at the base, and yeah, it's really lovely to have been invited here tonight to meet Usha's family and friends, and yeah, congratulations, it's wonderful. I love watching the clips at work. Usha shows me quite often. All access there, look. Real. Which one was it? Was it? Yeah, it's like this. I tried. Thank you. Congratulations. Thank you. അപ്പൊ നമ്മുടെ ഫ്രണ്ടായ ജിൻസി ഞങ്ങളെ പറ്റി രണ്ടു പേർക്ക് പറയുന്നത്. ജിൻസി കയ്യടി കൊടുക്കൂ. അതിനുവരെ 100K സബ്സ്ക്രൈബേഴ്സ് ചേച്ചിക്കും ചേട്ടനും ഞങ്ങളെല്ലാവരും അത് വലിയൊരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഞങ്ങളും ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടനെയും ചേച്ചിയും കാണുന്നതും നിങ്ങളുടെ വ്ലോഗ് കാണുന്നതും. ശരിക്കും നല്ലൊരു ഇതാണ്. എന്താ പറയുക, പൊതുവെ ആരെപ്പറ്റി അങ്ങനെ കുറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജെന്യൂനായ കാര്യങ്ങൾ ജെന്യൂനായിട്ട് പറയുന്ന രണ്ട് വ്ലോഗേഴ്സ്. റിയലി ലൈക്ക് നല്ല വ്ലോഗാണ് നിങ്ങളുടെ. തുടർന്ന് ഇപ്പോൾ 100K ആയി, ഇപ്പോൾ സിൽവർ ബട്ടണായി, ഇനി ഗോൾഡൻ ബട്ടണും മോർ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും എല്ലാവിധ വിശ്വസം പറയണു. ഇങ്ങനെ തന്നെ പോവുക. നിങ്ങളുടെ ജേർണിയിലും ഞങ്ങൾ ഇനി കൂടെ ഉണ്ടായിരിക്കും. അപ്പം ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. ഞങ്ങൾ വന്നതിന് ശേഷം മീറ്റ് ചെയ്താണ് അജിത്തിന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം പ്രോത്സാഹിപ്പിക്കുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പം ഞങ്ങളെ പറ്റി രണ്ടുപേരും ഞാൻ സത്യം പറഞ്ഞാൽ വിനീഷന്റെ ഉച്ചേച്ചിന്റെ വ്ലോഗ് കാണുന്നത് UK-ൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ നമ്മുടെ സീനിയേഴ്സാണ്. അപ്പം നിങ്ങൾ ഇത്ര ജോളിയായിട്ട് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ആ സമയത്തൊക്കെ നല്ല അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓസ്ട്രേലിയൻ പ്ലാനിലേക്ക് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷനായിട്ട് വന്നത് നിങ്ങളുടെ വീഡിയോസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വർക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു. നമ്മുടെ വിനീഷേട്ടൻ്റെയും ഉഷശേരിയുടെയും ഈ ഒരു 100K എന്ന ഒരു എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഇനി മുന്നോട്ട് ഒരു 500K അതിന് മുകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഹോസ്റ്റായ തോമസ് ഒരുപാട് നന്ദിയുണ്ട്. നിമ്മി, താങ്ക് യു. നിമ്മി ഓൾസോ കം. ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിനീഷേട്ടൻ ചേച്ചിയെ എനിക്ക് ഡബായിലുള്ളവരെ എനിക്കറിയാം. ഡബായ് ഫ്രണ്ട്സ് ഉണ്ട്. അന്ന് ചേട്ടൻ ലിസ്ബോണിൽ വരുമ്പോൾ ചേട്ടന് 33,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ചേട്ടൻ വന്ന സമയത്തായിരുന്നു മറ്റേ ഏറ്റുകാരൻ്റെ കാര്യം. അപ്പം ചേട്ടനായിട്ട് പരിചയപ്പെട്ടു. നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ടു. ആ ഒറ്റ വീഡിയോയുടെ ചേട്ടൻ 50K അടിച്ചു. ഭയങ്കര അഭിമാനമാണ്. ചേട്ടൻ്റെ യാത്രയിൽ എനിക്ക് പോകാനായത്. നമുക്ക് പിന്നെ ചേട്ടൻ വീഡിയോ ചേട്ടൻ ഭയങ്കര പാഷനേറ്റീവായിട്ടാണ് ചെയ്യുന്നത്. ചേച്ചിയാണെങ്കിലും അതെ, അവരുടെ ജോലി തിരക്കെല്ലാം മാറ്റി വെച്ചാണെങ്കിലും പിന്നെ ഓരോ യൂട്യൂബിൻ്റെ ഓരോ മേഖലയിലും ഡീറ്റെയിൽഡായിട്ട് വളരെ വ്യക്തമായിട്ട് അത് സ്റ്റഡി ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ ഭയങ്കര പ്രഗത്ഭ കാണിച്ചിട്ടുണ്ട്. അപ്പം ചേട്ടനും ചേച്ചിക്കും എല്ലാവിധ ആശംസകളും 1 മില്യൺ അടിക്കാനുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. കേക്ക് കട്ടി. കേക്ക് കൂടെ കട്ട് ചെയ്യുന്നോട്ടോ എല്ലാരും.
കേക്ക് മുറിച്ചു. അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിസ്സയുണ്ട്. ഇതാ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി, പോർക്ക് ഫ്രൈ, പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ട്യൂണ പസ്താക്കോപ്പ, പിന്നെ പിസ്സ ഉണ്ട്, പിന്നെ സ്വീറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഓസി മലബാർ ഫാമിലി വ്ളോഗ്സ് ആണ്. അതിൽ നമ്മുടെ മോളും കൂടി എന്താ പറയണ്ടേ, അവളുടെ ഹെൽപ്പ് കൂടി ഇതിൽ ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നത്, നമ്മള് എഡിറ്റ് ചെയ്ത് തരാറുണ്ട്, തമ്പനയിൽ ഉണ്ടാക്കി തരാറുണ്ട്, പിന്നെ സബ് ടൈറ്റിൽ ഇട്ട് തരാറുണ്ട്, പിന്നെ ഓവറോൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അമിക നമ്മുടെ മരുമോള് അവളാണ് ഇതിന്റെ നമ്മളെ സബ് ടൈറ്റിൽ ഇടുന്നത്. പ്രത്യേകത പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കുറേ നന്ദിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓസി മലബാർ ഫാമിലി വ്ളോഗ്സ്. കാണാമോ? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിള്ളേരുമൊക്കെ ആയിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ആണ്. അപ്പം നമുക്കറിയാം എല്ലാവരും വിളിക്കാൻ പറ്റിയില്ല. അവര് ദേഷ്യമായിരുന്നു പാടില്ല. പിന്നീട് അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മള് പിന്നെ നാട്ടിൽ വരുമ്പോ നാട്ടിൽ നിന്ന് പാർട്ടി ആക്കാം. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ഇവിടെ വരെ എത്തിയതില്. അപ്പം നമ്മളിപ്പം ആഘോഷങ്ങളെ തുടർന്ന് പോകുന്നുണ്ട്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഫുഡ് അടിപൊളിയായിരുന്നു. കേക്ക് അടിപൊളിയാണ്. എൻട്രീസ് അല്ല, ഷെറിനുണ്ടാക്കിയ കേക്ക്. ഷെറിൻസ് കേക്ക് അത് അടിപൊളി. വീഡിയോ എടുത്ത ദിലു ബിസിയാണ്, ഫുഡ് കഴിക്കുന്ന തിരക്കാണ്. പിന്നെ ജോബിൻ അതും ഇവന്റ് മാനേജ്മെന്റ് ഫുഡ് കഴിക്കുന്ന തിരക്കാണ്. പിന്നെ തോമസ് അവിടെ ഉണ്ട്. പിന്നെ സാൻജോബിന്റെ സാൻജോബിലെ സാൻ ആണ് ലൈറ്റ് ആൻഡ് സൗണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ, പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാ പണിയും ചെയ്തുതരും. പിന്നെ ചിഞ്ചു ഉണ്ട്. ഹലോ, നമസ്കാരം. പിന്നെ ജോമോൻ, മിഥുൻ. ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലും പിന്നെ ആർക്ക് വേണേലും ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ SJ ക്രിയേഷൻസ് അല്ലേ, എന്ത് ക്രിയേഷൻസ് അല്ലേ, കാറ്ററിംഗ് ക്രിയേഷൻസ്. വീഡിയോ അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബ്ലോഗ്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും നന്ദി. പിന്നെ ഞങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.